വെൽക്കം ടു ഷെഫ് അനീഷ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല. ഇന്ന് നമ്മൾ മാൽദീവ്സിൻ്റെ ഒരു ലക്ഷറി ബോട്ടിൽ അഥവാ ലക്ഷറി യാട്ടിൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ സൺസെറ്റ് ക്രൂസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളിത് ഒരു വലിയ ബോട്ടിൽ സൺസെറ്റ് കാണാനും അതോടൊപ്പം തന്നെ ഡോൾഫിൻ, ഷാർക്ക് തുടങ്ങിയ എല്ലാ ഐറ്റംകളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട്. നമ്മളതിലേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞ് നമ്മുടെ ബോട്ടിൻ്റെ ക്രൂസാണ് ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും കൂടിയാണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ക്രൂ ഇത് സഹീൻ. നമ്മൾ യാത്ര അയക്കുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി. നമ്മൾ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ഒരു വിശാലമായ ഒരു ലോഞ്ച് ഉണ്ട്. അതായത് ഒരു ഇരിക്കാനുള്ള ഒരു ലോഞ്ച്, പിന്നെ ഒരു ചെറിയ പാൻട്രി, കിച്ചൺ പോലെ. ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇവിടെയാണ് ഇത് ഡ്രൈവ് ചെയ്യുന്ന ക്യാബിൻ. താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 2 റൂമുണ്ട്, വിശാലമായ 2 റൂം. ഇത് ക്രൂസ് കിടക്കുന്ന ഒരു റൂമാണ്. ഇത് നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ ക്രൂസിന് കിടക്കാൻ. ഇത് ഗസ്റ്റിന് കിടക്കാനുള്ള ഒരു ബെഡ്റൂം, TV ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ട്, ചെറിയ ബാത്റൂം. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ബാത്റൂമിന്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡിൽ വേറെ ഒരു റൂം കൂടി ഉണ്ട്. ഇതാണ് അടുത്ത റൂം, ഗസ്റ്റിനുള്ള റൂം തന്നെയാണ്. ഇതും സെയിം ഫെസിലിറ്റി തന്നെയാണ്. അങ്ങനെ 2 റൂം, അതേപോലെ ക്രൂസിന് കിടക്കാനുള്ള 2 പേർക്ക് കിടക്കാനുള്ള ഒരു റൂം, പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു ചെറിയ കിച്ചൺ എന്നിവയാണ് ഇതിൻ്റെ ഉൾഭാഗത്ത്. നമ്മളിനി മുകളിലേക്ക് പോവുകയാണ്. സാധാരണയായി സൺസെറ്റ് ക്രൂസ് നമ്മൾ പോകുമ്പോൾ മുകളിലാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണുവാൻ മുകളിലാണ്. ഇതൊരു ബാറ് സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്. മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അകലെ നിന്ന് നടക്കുന്ന എല്ലാം കാണാൻ പറ്റും. അടിപൊളിയാണിത്. എല്ലാവരും ഉണ്ട്. എല്ലാവരും പോകാൻ തയ്യാറായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ട് യാത്ര പറയുകയാണ് ജെട്ടിയോട്. ഇനി കാണുന്ന കാഴ്ചകളെല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ബാക്ക് വശം. നമ്മളിങ്ങനെ വളഞ്ഞ് റിസോർട്ടിൻ്റെ ബാക്ക് വശത്തുകൂടെ പോയി ശരിക്കും സൂര്യൻ അസ്തമിക്കുന്നത് വളരെ ഭംഗിയായി കാണുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. താഴെയും ഡ്രൈവ് ചെയ്യാം, മുകളിലും ഡ്രൈവ് ചെയ്യാവുന്ന ഒരു ലക്ഷറി യാട്ടാണിത്. തൊട്ടപ്പുറത്തു കൂടി സാധാരണ ഒരു ബോട്ട് വളരെ വേഗത്തിൽ കടന്നു പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഡോൾഫിൻ്റെ സ്പോട്ടാണിത്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഡോൾഫിൻ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ഡോൾഫിനുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി പോകുന്നത്. കിടിലൻ സ്പോട്ടാണ്. മാൽദീവ്സിൽ വന്നാൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സഫാരിയാണ് സൺസെറ്റ് ക്രൂസ്. അത് ചെറിയ റിസോർട്ട് മുതൽ വലിയ റിസോർട്ട് വരെ നമ്മളെ കൊണ്ടുപോയി കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ അവർ ഒരു പ്രത്യേകം ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ഡോൾഫിനെയും ഷാർക്കിനെയും വലിയ മീനെയൊക്കെ കാണുന്നത്. ഏകദേശം വൈകുന്നേരം 6:30 മണിയായി. 6:15, 6:20 ഇന്നത്തെ സൺസെറ്റ്. അപ്പോൾ നമ്മൾ ആ കുറച്ചുകൂടി വളരെ വിസിബിളായ സ്ഥലത്തേക്ക് നമ്മൾ വേഗത്തിൽ ബോട്ട് യാത്ര ചെയ്യുകയാണ്. സൂര്യൻ ഇങ്ങനെ പതുക്കെ താന്നു തുടങ്ങി. ഇന്നത്തെ സൺസെറ്റ് അത്ര മനോഹരമല്ലെങ്കിലും
കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളതാണ്. ചില ദിവസങ്ങളിൽ വളരെ വൃത്താകൃതിയിൽ റെഡ് കളറായി സൂര്യൻ ഇങ്ങനെ പതുക്കെ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മേഘങ്ങളുള്ളത് കൊണ്ട് അല്പം അത്ര